സംസ്ഥാനത്തെ രണ്ടാംഘട്ട പാഠപുസ്തക വിതരണവും പാതിവഴിയിൽ. വിതരണം പൂർത്തിയായെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അവകാശപ്പെടുമ്പോൾ പല സ്കൂളുകളിലും ഒന്നാംഘട്ട പുസ്തകങ്ങൾ പോലും ഇതുവരെ കിട്ടിയിട്ടില്ല. കിട്ടാത്തവര് ബാക്കിയുള്ളവരെന്ന് ടെക്സ്റ്റ് കിട്ടിയവരെന്ന് ടെക്സ്റ്റ് വാങ്ങിയിട്ട് ബാക്കിയുള്ളവർ എല്ലാ പാഠവും ഫോട്ടോ കോപ്പി എടുക്കാനാണ് സാർ പറയുന്നത്. ഇംഗ്ലീഷ് മാത്രമേ കിട്ടിയുള്ളൂ. നമുക്ക് ഇംഗ്ലീഷ് വേറെ ഒന്നും കിട്ടിയില്ല. ബേസിക് സയൻസ് എല്ലാവർക്കും കിട്ടാറുണ്ട്. നമ്മൾ ഓരോ കോപ്പികളാണ് എടുത്ത പഠിക്കുന്നത്, ഒന്നും മനസ്സിലാവുന്നില്ല. കോപ്പി എടുക്കുമ്പോൾ കുറെ പോവും, കുറെ മങ്ങും, കുറെ കാണാൻ പറ്റില്ല. പിന്നെ രണ്ടായിട്ടാണ്. അടുത്ത അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുൻപേ പാഠപുസ്തക വിതരണം ആരംഭിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിന്റെ നീക്കം. 60% പാഠപുസ്തകങ്ങളുടെ അച്ചടി പൂർത്തിയായി കഴിഞ്ഞു. തിരുവനന്തപുരം ജില്ലയിലെ സർക്കാർ സ്കൂളുകളിൽ ഭൂരിഭാഗവും പ്രവർത്തിക്കുന്നത് ശുചിത്വമില്ലാതെയെന്ന് ആരോഗ്യവകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തി. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക ശൌചാലയ സൌകര്യം ഒരുക്കാത്ത സ്കൂളുകളെയും പരിശോധനയിൽ കണ്ടെത്തി. ചെള്ളുകലർന്ന അരിയും പഴകിയ പച്ചക്കറികളും ഉപയോഗിച്ചാണ് പല സർക്കാർ സ്കൂളുകളിലും ഉച്ചഭക്ഷണം തയ്യാറാക്കുന്നത്. പാചകപ്പുരയിൽ ശുചിത്വമേ ഇല്ലാത്ത അവസ്ഥ. വാട്ടർ ടാങ്കിൽ മരം കിളിർത്തിട്ടും ആരും കണ്ടില്ല. പലയിടത്തും ടോയ്ലറ്റുകൾ എണ്ണത്തിൽ കുറവ്, ഉള്ളതിന് തന്നെ വൃത്തിയില്ല. സംസ്ഥാനത്തെ സ്കൂൾ ഉച്ചഭക്ഷണ മെനു ശാസ്ത്രീയമായി പരിഷ്കരിച്ചതായി മന്ത്രി വി ശിവൻകുട്ടി. വെജ് റൈസ്, ബിരിയാണി റൈസ്, ലെമൺ റൈസ് തുടങ്ങി വ്യത്യസ്ത വിഭവങ്ങൾ ഉൾപ്പെടുന്ന ഭക്ഷണക്രമം നടപ്പാക്കും. പുതിയ അധ്യയന വർഷം വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത് ഡിജിറ്റൽ ക്ലാസ് മുറികളാണ്. സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ 8 മുതൽ 12 വരെയുള്ള 45,000 ക്ലാസ് മുറികളാണ് ഡിജിറ്റലാകുന്നത്. സ്കൂളുകൾ തമ്മിലുള്ള ആശയവിനിമയത്തിനുള്ള ഡിജിറ്റൽ നെറ്റ്വർക്കിംഗും അന്തിമഘട്ടത്തിലാണ്.